താങ്കളുടെ പേരെന്താണ്? ബി ഉണ്ണിക്കണ്ണൻ. ഞാൻ താങ്കൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന റോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും കരഞ്ഞു മെഴുകുന്ന ഒരു സാധു കഥാപാത്രം. അതുകൊണ്ട് താങ്കളൊന്ന് കരഞ്ഞ് അഭിനയിച്ചേ. ശരി സാർ, കരയാം. എന്താണേ ഇത്? ഒന്ന് ഫീലിങ്സോടെ അഭിനയിക്കൂ. ഫീലിങ്സ്. അത് പറയണ്ടേ സാറേ? ഇപ്പൊ ശരിയാക്കി തരാം. അയ്യേ, എഴുന്നേറ്റ് പോണോ? അടുത്താളെ വിളി. താങ്കളുടെ പേരെന്താണ്? രമണിയമ്മ. മിസ്സസ് രമണിയമ്മ, താങ്കൾക്ക് പറ്റിയ റോൾ എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ അമ്മായിയമ്മയാണ്. അതുകൊണ്ട് അതേ കണക്കൊന്ന് അഭിനയിച്ച. എന്റെ പൊന്ന് രമണിയമ്മേ, ഇവിടെ അല്ല സീരിയലിന്റെ ഓഡീഷൻ, അപ്പുറത്തെ ബിൽഡിങ്ങിലാ. അതുകൊണ്ട് നേരെ സ്ഥലം വിട്ട. മിസ്റ്റർ രമണൻ, താങ്കൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് നായക വേഷമാണ്. നായക വേഷമോ? എനിക്കോ? സിനിമയുടെ പേരെന്താ? പഴംപുഴുങ്ങിയ ജീവിതം. പക്ഷേ തനിക്ക് നായകവേഷം തരണമെങ്കിൽ മിനിമം അഭിനയിക്കാനെങ്കിലും അറിയണം. അതുകൊണ്ട് ഞെട്ടുന്ന കണക്കൊന്ന് അഭിനയിച്ച്. ഇപ്പൊ അഭിനയിച്ച് കാണിച്ചു തരാം സാറേ. ഇതെന്താ പിടയ്ക്കുന്ന മീനോ? തനിക്ക് ഇച്ചിരി പോലും അഭിനയിക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയിൽ എടുക്കുന്നില്ല. എന്നെ സിനിമയിൽ എടുക്കുന്ന ഡയറക്ടർക്ക് 5 ലക്ഷം രൂപ കൊടുക്കാതിരുന്നായിരുന്നു. ഇനി ആ പൈസക്ക് വല്ല സ്കൂട്ടിയും വാങ്ങാം. യു ആർ സെലക്ടഡ്. തനിക്ക് നായകനല്ല വില്ലൻ വേഷം വരെ തരാം. എങ്ങനെയുണ്ട് സാറേ എന്റെ അഭിനയം? ഇഷ്ടപ്പെട്ടോ?